ഹലോ! ബാലിയിലെ ലെംബുയാൻ ടെമ്പിളിലെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. ഈ ഒരു സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ഒരു പുണ്യനദിയുടെ പേരിലാണ് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത്. നമ്മുടെ ഗംഗാ നദിയുടെ പേരിൽ ബാലിയിലുള്ള ഒരു സ്ഥലം അബാബി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന തീർത്ഥഗംഗയിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. വെൽക്കം ടു പ്ലാൻ ആൻഡ് ട്രാവൽ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ സ്കൂട്ടർ പാർക്കിങ്ങിലല്ല പാർക്ക് ചെയ്തത്, വേറൊരു സ്ഥലത്താണ് പാർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്കൂട്ടറിന് പാർക്കിംഗ് ഫീസ് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ എത്തിയപ്പോഴേ ഒരു ലേഡി വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട്. നമ്മളിവിടെ വന്നിട്ട് ഇത് രണ്ടാമത്തെ ദിവസമാണ്. ആദ്യമായിട്ടാണ് ഇവിടെ ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന കാര്യം നമ്മൾ അറിയുന്നത് കേട്ടോ. ബാലിയിലെ ഒരു പഴയ കൊട്ടാരത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് തീർത്ഥഗംഗ. കരംഗസെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാട്ടുരാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വേനൽക്കാല വസതിയോട് ചേർന്നിട്ടുള്ള കുളക്കടവുകളും പാർത്തൻ ക്ഷേത്രവും ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ ഒരു തീർത്ഥഗംഗ എന്ന് പറയുന്നത്. തീർത്ഥഗംഗയിലേക്കുള്ള ടിക്കറ്റിന് വന്നിട്ടുള്ളത് നമുക്ക് 70,000 ഇന്തോനേഷ്യൻ റുപ്യാണ്. ഏകദേശം നാട്ടിലെ 375 രൂപയോളം വരും അത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ ഹിന്ദു മതവിശ്വാസവും ബാലിനി ഹിന്ദു മതവിശ്വാസവും തമ്മിൽ ചില സാമ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗംഗാ നദിയും അതിലെ ജലവും പവിത്രമാണ് എന്നാണ് ബാലിനി ഹിന്ദു മതവിശ്വാസത്തിൽ പറയുന്നത്. പക്ഷെ നമ്മുടെ ഗംഗയുടെ കാര്യത്തിൽ ഈ ഒരു അവസ്ഥയിൽ അത് എത്ര പവിത്രമാണ് എന്നുള്ളത് കണ്ടറിയണം അല്ലേ. നമ്മൾ നേരത്തെ ലെംബോയാൻ ടെമ്പിളിൽ കണ്ട പല ആൾക്കാരും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. എല്ലാവരും അവിടെ പോയിട്ട് നേരെ വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്കാണ്. എനിക്ക് നിറച്ച് ഇവിടെ കോഴിക്കാർപ്പാണ് ഉള്ളത് കേട്ടോ. കൂടുതലും ഇതിൽ ബ്ലാക്ക് കളറിലുള്ള കോഴിക്കാർപ്പാണ്. അതിനിടയിൽ ഗോൾഡൻ കളറിലുള്ള മീനുകൾ പോകുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു കുളത്തിൽ നിറച്ച് മീനുകളാണ്. നമുക്കിവിടെ ഈ ഒരു മീൻ ഫീഡ് ചെയ്യാനും പറ്റും. 10,000 ഇന്തോനേഷ്യൻ റുപ്യാണ് കേട്ടോ ഇതിൻ്റെ മീനിൻ്റെ ഫീഡിന് വേണ്ടി അവർ മേടിക്കുന്നത്. ഐക്കോണിക് ആയിട്ടുള്ള വാട്ടർ പാലസും അതിൽ ഭംഗിയായിട്ടുള്ള പൂന്തോട്ടങ്ങളും ശാന്തമായ കുളങ്ങളും ബാലിനീസ് വാസ്തുവിദ്യയും ചേർന്നതാണ് തീർത്ഥഗംഗ. ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് മെയിനായിട്ട് സഞ്ചാരികൾ വരുന്നത്. ഈ ഒരു വെള്ളത്തിന്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന രീതിയിൽ ചെറിയ പടവുകൾ പോലെ ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ നടന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്നതാണ് മെയിൻ ആയിട്ടുള്ള ഇവിടുത്തെ ആക്ടിവിറ്റി. ഈ ഒരു കുളത്തിലും നിറയെ കോഴിക്കാർപ്പുണ്ട് കേട്ടോ. നമുക്ക് അതിന്റെ മുകളിലൂടെ ഒന്ന് നടക്കാടാം. ഒരുപാട് പേര് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആയിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇതിന്റെ മുകളിലൂടെ നടക്കുമ്പോൾ ഈ ഒരു കല്ല് ഇളകണ ഒന്നുമില്ല, നല്ല സ്ട്രോങ് ആയിട്ടാണ്. പിന്നെ വെള്ളത്തിന്റെ കാര്യം പറയാൻ വയ്യ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് ഇവിടെയും. അത്യാവശ്യം ഫിൽട്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു കാർപ്പൊക്കെ ഉണ്ടോ, ഏകദേശം നമ്മുടെ ഒരാളുടെ കയ്യിന്റെ വലുപ്പം ഉണ്ട് കേട്ടോ ഈ ഒരു കാർപ്പ്. ഇവിടെ ഒരാൾ ഫീഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഫീഡ് കഴിക്കാൻ വേണ്ടി എല്ലാ മീനുകളും ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ കുറെ മീനുകളൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് ഫീഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു വീഡിയോ കിട്ടിയത്. എട്ട് മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് കേട്ടോ തീർത്ഥഗംഗയിലെ സന്ദർശന സമയം. എന്നാൽ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് കാലത്ത് 8 മണി മുതൽ 10 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെയാണ്. ആ സമയത്ത് നല്ല ലൈറ്റിങ്ങോട് കൂട്ടിയിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ കുളിക്കാനൊക്കെ പറ്റും കേട്ടോ. ടവലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള കുളങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിലുണ്ട്. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളുടെ ഒക്കെ മുന്നിൽ വലിയ കൽവിളക്ക് ഉണ്ടാവില്ലേ, അതിന്റെ സെയിം പാറ്റേണിലാണ് കേട്ടോ ഇവിടെ ഈ ഒരു തൂണും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 10 അടിയോളം ഉയരമുണ്ട് ഇതിന് താഴെയുള്ള വാട്ടർ ബോഡിയിലും നിറയെ കോഴിക്കാർപ്പ് മീനുകൾ ഇട്ടിട്ടുണ്ട്. ബാലിയില് കരംഗസെൻ എന്ന് പറഞ്ഞിട്ടൊരു രാജാവ് ഉണ്ടായിരുന്നു. 1946 രാജാവിനും കുടുംബത്തിനും വേണ്ടി വിനോദ സ്ഥലമായിട്ടാണ് ഈ ഒരു തീർത്ഥഗംഗ നിർമ്മിച്ചിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ദ സ്റ്റണ്ണിങ് വാട്ടർ പാലസ് ഓഫ് കരങ്കസേം കിങ്ഡം എന്നാണ് കേട്ടോ ഈ ഒരു തീർത്ഥഗംഗയുടെ മറ്റൊരു പേരുള്ളത്. ഇതിനോട് ചേർന്നുണ്ടായിരുന്ന കൊട്ടാരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ 1963 മൗണ്ട് അഗുങ് എന്ന് പറഞ്ഞിട്ടുള്ള അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് നശിക്കുകയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ മൗണ്ട് അഗുങ് എന്ന് പറഞ്ഞിട്ടുള്ള അഗ്നിപർവ്വതത്തിന്റെ അകലെ നിന്നിട്ടുള്ള വീഡിയോസ് പകർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് 1979 ഈ കാണുന്ന രീതിയിൽ തീർത്ഥഗംഗയെ നവീകരിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സ്ഥലം നമുക്ക് പ്രത്യേകിച്ച് അട്രാക്ഷനും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്കിവിടെ അധികം സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഇപ്പം നമ്മൾ വന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് പോകുന്ന ഒരു വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. താങ്ക് യു ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ.